5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 3ാമത്തെ പാഠം. അദ്ദർസു സാലിസു അൽ മിയാഹ്. അൽ മിയാഹ് വെള്ളങ്ങൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. വെള്ളം 3 വിധമാണ്: ത്വഹൂർ, ത്വാഹിർ, നജിസ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാകൽ, നജസുകളിൽ നിന്നും ശുദ്ധിയാകൽ. ശുദ്ധിയാക്കാൻ നമുക്ക് വെള്ളം വേണം. വെള്ളം 3 വിധത്തിലാണ്: ത്വഹൂർ, ത്വാഹിർ, നജിസ്. അത്വഹൂറു, ത്വഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ഇത്. ഇതിന് സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. അതാണ് ത്വഹൂർ. മുത്തലക്കായ വെള്ളം എന്നും ഇതിന് പറയും. ത്വഹൂറായ വെള്ളത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തലക്കായ വെള്ളം. കിണർ, കുളം, പുഴ, കടൽ മുതലായവയിലെ വെള്ളം ത്വഹൂറാണ്. കിണർ വെള്ളം, കുളം, പുഴ, കടൽ ഇവയിലെ വെള്ളം ത്വഹൂറാണ്. അത്വാഹിറു, രണ്ടാമത്തേത് ത്വാഹിറു. ത്വാഹിർ എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ത്വാഹിറിന് സ്വയം ശുദ്ധിയുണ്ട്, എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. ഉദാഹരണത്തിന് കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ മുതലായവ ത്വാഹിറാണ്. കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീര്, ജ്യൂസ്, ചായ ഇതെല്ലാം ത്വാഹിറാണ്. അടുത്തത് നജിസ്. 3ാമത്തെ നജിസ്. നജിസ് എന്നാൽ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. നജസിന് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം മൂത്രം. അതിനുദാഹരണമാണ് മൂത്രം. ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും, ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ് എന്നും പറയും. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ്. അവ രണ്ടും ഒരുമിച്ച് കൂടി 2 കുല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ ത്വഹൂറാണ്. അവ രണ്ടും ഒരുമിച്ച് കൂടി 2 കുല്ലത്ത് ആയാൽ, അതിൽ പകർച്ചയില്ലെങ്കിൽ എന്നാൽ നജസിൻ്റെ നിറമോ മണമോ രുചിയോ ഇല്ലെങ്കിൽ അത് ത്വഹൂറാണ്. 2 കുല്ലത്താവണം, അതിൽ പകർച്ചയില്ലെങ്കിൽ അത് ത്വഹൂറാണ്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസ് ചേർന്നാൽ അത് മുത്തനജിസാകും. നജസ് ഉള്ളത് അതിലേക്ക് ഇട്ട് കഴുകാൻ പാടില്ല. 2 കുല്ലത്തിൽ താഴെയാണ് വെള്ളമെങ്കിൽ അതിൽ നിന്നും വെള്ളം മുക്കിയെടുത്ത് കഴുകണം. 2 കുല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജിസാവുകയുള്ളൂ. എന്നാൽ 2 കുല്ലത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ പകർച്ച ആയാൽ, അതായത് നജസിൻ്റെ നിറമോ മണമോ രുചിയോ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുത്തനജിസാവുകയുള്ളൂ. 2 കുല്ലത്ത് എന്നാൽ 200 ലിറ്ററാണ്. 2 കുല്ലത്ത് 200 ലിറ്റർ. 2 കുല്ലത്ത് വെള്ളം എന്നാൽ 200 ലിറ്റർ വെള്ളമാണ്. അടുത്തത് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത്, പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. 1. ഉത്തരം പറയുക. 1. വെള്ളം എത്ര വിധമാണ്? അതിൻ്റെ ഉത്തരം 3 വിധമാണ്. വെള്ളം 3 വിധമാണ്. 2. ത്വാഹിർ എന്നാൽ എന്ത്? ത്വാഹിർ എന്നാൽ എന്ത്?
അതിൻ്റെ ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് ത്വാഹിർ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് ത്വാഹിർ. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ത്വഹൂർ എന്നാൽ എന്ത്? ത്വഹൂർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ത്വഹൂർ. അടുത്തത് നാലാമത്തെ, നജിസ് എന്നാൽ എന്ത്? നാലാമത്തെ ചോദ്യം, നജിസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് നജിസ്. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് നജിസ്. അടുത്തത് യോജിച്ചത് ചേർക്കുക. ബ്രാക്കറ്റിൽ മുത്തനജിസ്, ത്വഹൂർ, 100 ലിറ്റർ ത്വാഹിർ. 1. വുളൂ എടുത്ത വെള്ളം. വുളൂ എടുത്ത വെള്ളം ത്വഹൂർ. ത്വഹൂറായ വെള്ളം കൊണ്ടാണ് വുളൂ എടുക്കാൻ പാടുള്ളൂ. വുളൂ എടുത്ത വെള്ളം ത്വഹൂർ. 2. നജസ് കലർന്ന കുറഞ്ഞ വെള്ളം. നജസ് കലർന്ന കുറഞ്ഞ വെള്ളം മുത്തനജിസാണ്. 3. ഒരു കുല്ലത്ത്. ഒരു കുല്ലത്ത് എന്നത് 100 ലിറ്റർ ആണ്. ഒരു കുല്ലത്ത് 100 ലിറ്റർ ആണ്. യോജിച്ചവ ചേർത്തെഴുതാം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം കഞ്ഞിവെള്ളം, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, കിണറിലെ വെള്ളം. ഒന്നാമത്തെ, മുത്തലക്കായ വെള്ളം. മുത്തലക്കായ വെള്ളം കിണറിലെ വെള്ളം. ത്വഹൂറായ വെള്ളത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തലക്കായ വെള്ളം. മുത്തലക്കായ വെള്ളത്തിന് ഉദാഹരണം കിണറിലെ വെള്ളം. 2. മുസ്തഅമലായ വെള്ളം. മുസ്തഅമലായ വെള്ളം ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. 3. മുത്തനജിസായ വെള്ളം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം മുത്തനജിസായ വെള്ളം. 4. ത്വാഹിറായ വെള്ളം. ത്വാഹിറായ വെള്ളം കഞ്ഞിവെള്ളം. ത്വാഹിറായ വെള്ളം കഞ്ഞിവെള്ളം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള 2 പാഠങ്ങളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.